നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇല്ലെന്നാ പറഞ്ഞത്, ഉറപ്പും കൊടുത്തു. പക്ഷെ എനിക്ക് അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. തീരുമാനം എടുക്കാൻ ഇനിയും സമയമുണ്ട്. എല്ലാ തീരുമാനങ്ങളും മനുഷ്യന്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ളതാ. തീരുമാനങ്ങൾ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ വീണയും നിഖിലുമായുള്ള വിവാഹം ഉറപ്പിച്ച് ഹൽദി നടത്തി. എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞതല്ലേ? ആ തീരുമാനവും മാറ്റേണ്ടി വന്നില്ലേ? അതുപോലെ രൂപേഷ് വളരെ ഇന്നസെന്റായ, നല്ല വ്യക്തിത്വമുള്ള, എല്ലാത്തിനും ഉപരി ദർശനയോട് അങ്ങേയറ്റ സ്നേഹമുള്ള ഒരു നല്ല ഭർത്താവ്. അത് തന്നെ എന്റെ സങ്കടവും. ദർശന ചില കാര്യങ്ങൾ മാത്രം തുറന്നു പറയുകയും ചിലത് മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ്. ഒരുപക്ഷെ അവരെയൊക്കെ അങ്ങേയറ്റ സിൻസിയറായി സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ തന്നെ മറന്ന് മറ്റുള്ളവരെ മാത്രം സ്നേഹിക്കുക മനുഷ്യന് സാധ്യമല്ല. ഓഫ് കോഴ്സ് ഇതുവരെ ദർശന അങ്ങനെയേ ആവാമെന്ന് തെളിയിച്ച ആള് തന്നെ. രൂപേഷിനെ കാണാൻ വന്നിരുന്നു, ഒന്നല്ല പല തവണ. എല്ലാം ദർശനെക്കുറിച്ച് പറയാനാ. ഇടയ്ക്ക് സ്വന്തം സങ്കടങ്ങളും. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പാണ് കേട്ടോ. തന്റെ കേസ് ഹിസ്റ്ററി, ട്രീറ്റ്മെന്റ് എല്ലാം ഞാൻ ഇഴകേറി പരിശോധിച്ചു. വീണ്ടും വീണ്ടും പഠിച്ചു. എനിക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നി. ഒരു കുഴപ്പമില്ലാതെ അമ്മയാവാൻ ഒന്നല്ല എത്ര തവണ വേണമെങ്കിലും കുട്ടികൾക്ക് ജന്മം കൊടുക്കാനുള്ള ശേഷി തന്റെ ശരീരത്തിനുണ്ട്. പിന്നെ എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. രൂപേഷ് വന്നപ്പോൾ വളരെ കാഷ്വലായി. എനിക്ക് സംശയം തോന്നിയതുകൊണ്ടാണോ രൂപേഷിന്റെ സ്പേം കൗണ്ടും മറ്റു ചില ചെക്കപ്പുകളും നടത്തി. ഒരച്ഛനാകാനുള്ള മോഹം അയാളുടെ വാക്കുകളിലുണ്ട്. പക്ഷേ അയാളുടെ ശരീരത്തിനതില്ല. ദർശന പേടിക്കണ്ട.